നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്ന ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ, എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നവരും സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. കാരണം നിങ്ങൾക്കൊരു ബാഡ് കർമ്മ എനർജി കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചൂസ് ചെയ്യുക. മണി അഫർമേഷൻസ് എപ്പോഴും നമ്മുടെ നാവിൽ ചൊല്ലിപ്പോകാവുന്ന ഒരു എനർജിയാണ്. കാരണം അതൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. പണത്തെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ, പണത്തിൻ്റെ കർമ്മ, നിങ്ങൾക്ക് പണത്തിൻ്റെ പാസ്റ്റ് ലൈഫ് കർമ്മയോ ഈ ജന്മങ്ങളിലോ എന്തെങ്കിലും ഒരു ബാഡ് കർമ്മ നിൽപ്പുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് ചെയ്യുന്ന എല്ലാവർക്കും അനുഭവമുണ്ട്. അതിപ്പം ഓരോ വ്യക്തികളും അത് അനുഭവിക്കുക, അറിയുക എന്നത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. അതായത് ഇന്നത്തെ ദിവസം ഒരു സക്സസിൻ്റെ ദിവസമാണ്. ഇന്നൊരു പൂർണ്ണതയുള്ള, കുറച്ച് അംഗീകരിക്കപ്പെടുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും നാളും വലിയ വാല്യൂ കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ അത് കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാതിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവരാലും ഒരു റെസ്പെക്റ്റ് എനർജി ലഭിക്കുന്നതായിട്ടും കുറച്ച് പോസിറ്റീവാകുന്ന ചില സിറ്റുവേഷൻസുകൾ, ചില പോസിറ്റീവാകുന്ന മാറ്റങ്ങളൊക്കെ ലൈഫിലേക്ക് ഇന്ന് വന്നു ചേരുന്നുണ്ട് കേട്ടോ. ഇതിൽ ശരിക്കും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് നിങ്ങൾ ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ചിരുന്ന വ്യക്തികളാണ്. ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു 100-ലധികം പ്രശ്നങ്ങളെ നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കുമ്പം നേരിട്ടിരുന്ന വ്യക്തികളാണ്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് എനർജിയാണ് നിങ്ങൾക്ക്. ഇനി മുന്നോട്ടേക്ക് എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾക്കതിനെല്ലാം തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മൈൻഡ് പവർ എനർജിയിലേക്കൂടി നിങ്ങൾ മാറിയിരിക്കുന്ന സിറ്റുവേഷൻസാണ് കേട്ടോ കാണുന്നത്. വളരെ പോസിറ്റീവാകുന്ന ഒരു ചേഞ്ചിങ് മാറ്റം നിങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ഒരു പാർട്ട്ണർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ ഒന്നിലധികം വ്യക്തികൾ കണക്റ്റ് ചെയ്ത്, അതായത് വളരെ ശക്തമായിട്ട് നിങ്ങൾ ചെയ്തിരുന്ന ചില പ്രവൃത്തികളിലൊക്കെ ഇന്നു മുതൽ മാറ്റം വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കാത്ത, നിങ്ങൾ ചിലപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില പോസിറ്റിവിറ്റികളായിരിക്കും ഇന്ന് നിങ്ങൾ അനുഭവിക്കാൻ പോണ, പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ. അതുപോലെ കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ മാരേജ് എനർജി, അതായത് കുറേ കാലങ്ങളായിട്ട് എലോൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഫാമിലിപരമായിട്ടും ഒരു സന്തോഷം നൽകുന്ന, ഒരു മാറ്റം വരുത്തുന്ന, ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു വ്യക്തിയെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പോകുന്ന ചില ഗുഡ് ന്യൂസുകൾ അല്ലെങ്കിൽ ചില എക്സ്പീരിയൻസുകൾ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എനർജിയുടെ എല്ലാം പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. പോസിറ്റീവാകുന്ന ചില പ്രൊട്ടക്ഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ ഒരു നിങ്ങൾ എഫോർട്ട് എടുത്തതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമോഷണൽ പരമാകുന്ന റിലേഷനെ ബേസ് ചെയ്ത് ആർക്കെങ്കിലും ഒരു കപ്പ് ഓഫ് ലവ് നൽകിയത് നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിലും ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്തംഭനാവസ്ഥകൾ, ഒറ്റപ്പെട്ട് നിന്ന ചില അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു അബണ്ടൻസിലേക്ക് മാറാൻ പറ്റും കേട്ടോ. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ സ്റ്റക്കായി നിന്ന സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കണമെന്നുള്ളൊരാഗ്രഹം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. കുറച്ച് എഫോർട്ടൊക്കെ എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. ബന്ധങ്ങളിലാണെങ്കിലും ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും
വെൽത്ത് പരമാകുന്ന കാര്യങ്ങളിലാണേലുമൊക്കെ ഒരു എഫേർട്ട് എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പുതിയൊരു തുടക്കം, പുതിയ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു റിജക്ഷൻ എനർജി, ഇന്ന് കുറച്ച് ആളുകളുടെ എനർജിയിൽ ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ട് കളയേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമല്ല, അനുയോജ്യമല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പരിപൂർണമായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ എടുത്തു മാറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലതെല്ലാം ലീഗൽ പരമായ ഒരു എൻഡിങ് ആണ് കേട്ടോ. നിങ്ങളുടെ ഫാമിലി പരമാകുന്ന ബന്ധത്തിലോ പാർട്ട്ണർഷിപ്പ് എനർജിയിലോ എന്തെങ്കിലും പ്രോബ്ലംസുകൾ നിങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ റിജക്റ്റ് ചെയ്ത് കളയുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലീഗൽ പരമായിട്ടാണെങ്കിലും ചില വിധി എനർജികൾ ഒരു തീരുമാനം എത്തിക്കുന്നുണ്ട്, ഒരു തീർപ്പിലെത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു കൺട്രോൾ വിൽ പവർ എനർജിയിലേക്കൊക്കെ വരണുണ്ട്. നിങ്ങൾക്കൊരു ഫോക്കസിങ് എനർജി, അതായത് ഫാമിലി ആണെങ്കിലും ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജി ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബന്ധത്തിൽ കേട്ടോ. ചിലരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആദ്യത്തെ എനർജി പോലെ മാര്യേജ് എനർജിയിലേക്ക് മാറുന്ന ചില വ്യക്തികളുണ്ട്. ഇമോഷണൽ ബാലൻസ്, ചിലപ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ചിലർക്ക് മാര്യേജ് എനർജിയാണ് കേട്ടോ വരുന്നത്. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതായത് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു, അട്രാക്റ്റഡ് ആകുന്നു. എനിക്ക് തോന്നുന്നു അതൊരു സക്സസ്സിലെത്താൻ പോകുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ ആഘോഷിക്കാൻ പാകത്തിനുള്ള ചില കാര്യങ്ങൾ, അതായത് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി കൊടുത്തിരുന്ന കാര്യമാണ് കേട്ടോ. വേണോ വേണ്ടയോ എന്നൊക്കെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന സിറ്റുവേഷൻസുകളിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ലോസ് അനുഭവിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ചീറ്റിംഗ് എനർജിയിൽ പെട്ട വ്യക്തികൾക്ക് ആ സിറ്റുവേഷൻസിനെ മറികടക്കാനുള്ള മാർഗം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫാമിലി പരമായിട്ടൊക്കെ ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം കാണുന്നത്. അതായത് സാമ്പത്തിക ഭദ്രതയുണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്, ലൈഫിലൊരു എൻജോയ് ചെയ്യാനുള്ള ചില സമയങ്ങൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് ഇന്ന് വളരെയധികം ഒരു ഇമോഷണൽ ബാലൻസോടുകൂടി കണക്റ്റഡായി പോകാനും സാധിക്കുന്നൊരു സിറ്റുവേഷൻസാണ് ഇന്ന് കുറേ ആളുകളുടെ എനർജിയിൽ കാണുന്നത് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവാം, ഒരു എന്താ പറയുക, ഒരുപാട് സ്ട്രഗിളിങ്ങിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് നിന്ന വ്യക്തികൾക്ക് ഇന്നൊരു എൻജോയ്മെൻറ്റിങ് എനർജി ആഗ്രഹിക്കുകയും അത് ഫാമിലിയോടും ചിൽഡ്രൻസിൻ്റെയൊക്കെ പ്രസൻസോടുകൂടി ആസ്വദിക്കാനുമുള്ളൊരു യോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഇന്ന് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് സംബന്ധിച്ച് ഒന്നെങ്കിൽ വീട് മാറുക, സ്ഥലം ചേഞ്ചിങ് ചെയ്യുക, അങ്ങനെയുള്ളൊരു എനർജി വരുന്നുണ്ട് കേട്ടോ. ഒരു നെഗറ്റീവ് ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ചിലപ്പോൾ ഈ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നെയ്ബേഴ്സ് എനർജിയിൽ പെട്ടവരിൽ നിന്നോ ഒരു നെഗറ്റീവാകുന്ന ചില സിറ്റുവേഷൻസുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യവും അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ചേഞ്ചിങ്, ഒരു സ്ഥാനമാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ ബാലൻസിലേക്കാണ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അതായത് ഒരു ചീറ്റിങ്, ഒരു ചതി നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്യുന്നു എന്നൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. അതും സ്നേഹം നടിച്ചുകൊണ്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്ന, നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബ്ലോക്കാക്കാൻ പാകത്തിനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായും ധാരണ ലഭിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. ആരാണ് നിങ്ങളുടെ ശത്രു എന്നും ആരാണ്, അതായത് നിങ്ങൾ ഇമോഷണലി ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആകുന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ശത്രു എന്നതുള്ളതും, നിങ്ങൾക്ക് നെഗറ്റീവ് വരണമെന്ന് ആഗ്രഹിക്കുന്നതും നിങ്ങളെ കൂടെ നിന്ന് ചീറ്റിംഗ് ചെയ്യുന്നതെന്നുമുള്ളത് വളരെ വ്യക്തമാണ്
വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളെയൊക്കെ, ചില ബന്ധങ്ങളെയൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു എനർജിയിലേക്കൊക്കെ ഇന്ന് കുറച്ച് ആളുകൾ പോകുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കേട്ടോ കാണുന്നത്. ആക്ഷൻ എനർജിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് എനർജിയിൽ വന്നിരിക്കുന്നത്. ഫാമിലിപരമായിട്ടൊക്കെ ചില വ്യക്തികളിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യത്തിന് പേരൻറ്റിങ് എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബപരമാകുന്ന വ്യക്തികളിൽ നിന്നും ഒരു തടസ്സം നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിങ്ങൾ തന്നെയാണ് സക്സസ് ആവുന്നത് കേട്ടോ. അതൊരു തർക്കമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് തന്നെയാണ് സക്സസ്. കാരണം നിങ്ങളുടെ ഭാഗം തന്നെയാണ് പോസിറ്റീവ് എന്ന് തന്നെയാണ് നമ്മളോട് ഡിവൈൻ കാണിച്ചു തരുന്നത്. ചില കുറച്ച് എനർജികളിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ എന്ന് വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പോസിറ്റീവിലേക്ക് പോയ, ഒരു സെലിബ്രേഷൻ എനർജിയിലേക്കൊക്കെ പോയ ചില ബന്ധങ്ങളിൽ സ്തംഭനാവസ്ഥ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഒരു മൂവ് ഓൺ, അതായത് ഒരു റോങ് സിറ്റുവേഷൻസ്, ഞാൻ പറഞ്ഞില്ല, ഒരു പോസിറ്റീവ് ആണ് എന്ന് ചിന്തിച്ച, തനിക്കുള്ളതാണ് എന്ന് ചിന്തിച്ച ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ഫെയിലിയർ, ഒരു ഇമോഷണൽ പെയിൻ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്യപ്പെടും. നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഏഞ്ചൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെയിറ്റിംഗ് എനർജിയാണ് കേട്ടോ. വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ മാനേജ് ചെയ്യണം, നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നൊക്കെ ആഴത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് കാര്യമാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്താണോ നിങ്ങളുടെ മനസ്സിൽ സക്സസ് ആവണമെന്ന് ചിന്തിക്കുന്നത്, ഏത് പാതയിലൂടെ പോകണം, ഒരു സെൽഫ് ലവ് എനർജിയിലൊക്കെ മാറണമെന്ന്, ഒരു സ്ട്രോങ്ങും സ്ട്രെങ്തുമായ ഒരു എനർജി ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എടുത്ത് ചാടി ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യുക. അതിൻ്റേതായ ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്കതിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമോ ലോസോ അതുപോലെ തന്നെ എന്തെങ്കിലും സാമ്പത്തികപരമാകുന്ന പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിൽ ഏറ്റേണ്ടി വരുന്ന വ്യക്തികൾ, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കടെ ചുമരിലേക്ക് വന്നു ചേരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ ഒരു സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും മാറി വരും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കേട്ടോ. ഇതിനേക്കാൾ മികച്ച ഒന്ന് നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ കരിയർ പാതയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ അനുകൂലമാകുന്ന രീതിയിൽ നിങ്ങൾക്കത് ലഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കണം, അത് കരിയർ എനർജിയെ ബേസ് ചെയ്തൊരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു ഇൻഡിപെൻഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി എനർജി ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വരെ ചെയ്യുന്നുവെങ്കിൽ ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തുക, എന്നിട്ട് ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കേട്ടോ. അപ്പം അതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് ഡിവൈൻ നമ്മളോട് പറയുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിലും മെച്ചമുള്ള മറ്റൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നു എന്നൊരു എനർജിയാണ് കാണുന്നത്. യെസ് എന്നാണ് കേട്ടോ കാർഡ് വന്നിരിക്കുന്നത്. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അത് ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസ് എന്തെങ്കിലും സംരംഭമായിക്കോട്ടെ, പഠിക്കാൻ പോകുന്ന കാര്യമായിക്കോട്ടെ, ഒരു ഇമോഷണൽ പരമായിട്ടൊരു വ്യക്തിയോടൊരു ഒരു പ്രൊപ്പോസൽ നടത്തുന്നതായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ നല്ലതായിരിക്കുമോ, അതൊരു നല്ല മാർഗമാണോ, പോസിറ്റീവാണോ, മുന്നോട്ടേക്ക് പോകുന്നത് നമ്മുടെ ലൈഫിൽ ഗുണം ചെയ്യുമോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും എസ് എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നത് എസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫോളോ അപ്പ് ചെയ്യാമെന്ന് തന്നെയാണ് നമ്മുടെ ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ. അപ്പം റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.